വലിയ തോൽവിയാണ് ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. തോൽവി അംഗീകരിക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ പറയുന്നത്. കേജ്രിവാൾ തോറ്റു, മനീഷ് സിസോദിയ തോറ്റു, അതീഷി സിംഗ് കഷ്ടിച്ച് ജയിക്കുകയാണ് ഉണ്ടായത്. 48 സീറ്റുകളാണ് ഇപ്പോൾ ബിജെപിയുടെ അക്കൗണ്ടിലുള്ളത്. 22 സീറ്റുകൾ മാത്രം ആം ആദ്മി പാർട്ടിക്ക്. കോൺഗ്രസിന് ഒരു സീറ്റും ഇത്തവണയും നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബിജെപി നേതാവ് ശ്രീ പ്രിന്റു മഹാദേവൻ, ഒപ്പം മാധ്യമപ്രവർത്തകനായ ശ്രീ ശ്രീജിത്ത് ഡി എന്നിവർ ചേരുകയാണ്. ശ്രീജിത്ത്, ഈ വിജയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ബിജെപി 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ എത്തുന്നതിനെ. ശ്രീജിത്തിലേക്ക് വരാം. അതിനു മുമ്പ് പ്രിന്റു മഹാദേവൻ. പ്രിന്റു, എന്തായാലും തിളക്കമാർന്ന വിജയമാണ് ബിജെപിക്ക് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് ബിജെപിയുടെ ഈ ഗ്രൗണ്ട് ലെവൽ വർക്ക് അത് നന്നായിട്ട് നടന്നു, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് മികച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു അഴിമതി ഇമേജ് ആം ആദ്മി പാർട്ടിക്ക് മേൽ ചാർത്തുവാനും അത് ജനങ്ങൾക്കിടയിൽ വിശ്വാസയോഗ്യമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാന ഘടകമായിട്ടുണ്ടല്ലോ. ഇത് പക്ഷേ അതെ, അതാണ് താങ്കളും അത് സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷെ ഇതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഉയർത്തിയ ആശയങ്ങൾ അതില്ലാതായിട്ടുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം 27 വർഷത്തിന് ശേഷം ഇന്ദ്രപ്രസ്ഥത്തെ വീണ്ടും ബിജെപി ഇന്ദ്രപ്രസ്ഥം വരവേറ്റിയിരിക്കുകയാണ്. ഇപ്പോ ഈ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും മലീമസമാക്കിയ യമുന നദിയിൽ അത്ഭുത താമരകൾ വിരിഞ്ഞുകൊണ്ട് വീണ്ടും ബിജെപിയുടെ ഉഗ്രൻ വിജയം ഡൽഹിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ തിരഞ്ഞെടുപ്പ് സത്യത്തിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് കൂടെ ഉണ്ടായിരുന്ന മുൻകാലത്തുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവിടുത്തെ ഒരു പറ്റം അരാജകത്വ മുന്നണികൾക്ക് കിട്ടുന്ന വലിയൊരു തിരിച്ചടിയായിട്ടാണ് ബിജെപി ഇതിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അഴിമതിക്കെതിരെയുള്ള പോരാട്ടം, നമുക്കൊരു അഴിമതിക്കെതിരെയുള്ള വലിയൊരു യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ് കെജ്രിവാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച, അഴിമതി കേസിനകത്ത് വിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളും കെജ്രിവാൾ അടക്കം ജയിലിനകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ കൃത്യമായിട്ട് നമ്മൾ ആരൊക്കെയാണ് തോറ്റു എന്ന് നോക്കുന്ന സമയത്ത് അഴിമതിക്കെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഈ ഡൽഹി അഴിമതി കേസിൽ, മദ്യനയ അഴിമതി കേസിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സത്യേന്ദ്ര ജെയിൻ പരാജയപ്പെട്ടു, മനോജ് സിസോദിയ പരാജയപ്പെട്ടു, അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടു, സോംനാഥ് ഭാരതി പരാജയപ്പെട്ടു. ഇങ്ങനെ അഴിമതിക്കാരായിട്ടുള്ള മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് പരാജയപ്പെടുത്തി എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം, വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ജനങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകിയത്. ആ വാഗ്ദാന പെരുമഴ നൽകുന്നതോടൊപ്പം തന്നെ ഡൽഹി പോലെ ഒരുപക്ഷെ ലോകോത്തര നിലവാരത്തിൽ എത്തേണ്ട ഒരു നഗരത്തെ വളരെയധികം പിറകോട്ട് നയിക്കുന്ന നയങ്ങളാണ് ആം ആദ്മി പാർട്ടി ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ലോകത്തിൽ ന്യൂയോർക്ക് പോലെ, ടോക്കിയോ പോലെ ഒരു നഗര സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഡൽഹി. അവിടുത്തെ വ്യാവസായിക മേഖലയെ ഈ ആം ആദ്മി സർക്കാർ നശിപ്പിച്ചു. രണ്ടാമത്, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മലീമസപ്പെടുന്ന ഒരു നഗരമായിട്ട് ഡൽഹിയെ മാറ്റുന്നു. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളോ തൊഴിൽ നൽകുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ വെള്ളവും വൈദ്യുതിയും മാത്രം സൗജന്യം നൽകിക്കൊണ്ട് ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. അവിടെയാണ് ബിജെപിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. നോക്കൂ, 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 65,000 കോടി രൂപയുടെ വികസന നേട്ടങ്ങളാണ് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയത്. ആ വികസന നേട്ടങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ കൂടി ഒരു ഉണർവിലാണ് ബിജെപിയുടെ വലിയൊരു വിജയത്തിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബിജെപി അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ AI പോലെയുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബിജെപി നടത്തിയിട്ടുള്ള ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ആം ആദ്മി പാർട്ടി ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന അരാജകത്വത്തിന്റെ അലയൊലികൾ, ആ അലയൊലികൾ ഡൽഹിയിൽ മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. CAA ആയിക്കോട്ടെ, ഡൽഹി കലാപമായിക്കോട്ടെ, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന്. ഡൽഹിയിലെ പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി. ഒരുപക്ഷെ ആദ്യ ആം ആദ്മി പാർട്ടിയുടെ തുടക്കത്തിൽ അവർ ഉയർത്തിപ്പിടിച്ചിരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ആന്റി കറപ്ഷൻ ആയിരുന്നു, അതോടൊപ്പം തന്നെ ദേശീയതയായിരുന്നു, അതോടൊപ്പം തന്നെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വന്ദേമാതരം ചൊല്ലിയിരുന്ന ആളുകളായിരുന്നു ഈ ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ. പിന്നീട് 5 വർഷത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗ്യമായപ്പോൾ ആം ആദ്മി പാർട്ടിക്കും ഈ പറയുന്ന കെജ്രിവാളിനും കൃത്യമായിട്ടുള്ള നയവ്യതിയാനം ഉണ്ടായി. അത് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ രാജ്യത്തിലെ ഒറ്റുകാർക്കൊപ്പമാണ്, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പമാണ് അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി.
അദ്ദേഹത്തിന്റെ കപടമായിട്ടുള്ള ആദർശമുഖം പൊഴിഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോക്കൂ, ആദർശത്തിന്റെ ഏറ്റവും വലിയ നോക്കൂ, നമ്മൾ ആദ്യമായിട്ട് കെജ്രിവാൾ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജനകീയതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോഴെങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കപട ആദർശമുഖത്തെ ഡൽഹിയിലെ ജനങ്ങൾ പിച്ച് ചീന്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ആം ആദ്മി പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അതൊരു ആൾക്കൂട്ടമാണ്. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ